ഹലോ ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ബ്യൂട്ടി വിത്ത് ജുവൽ. അപ്പോൾ ദാ ഈ ഒരു റീല് നിങ്ങൾ കുറച്ച് പേരെങ്കിലും കണ്ടു കാണുമല്ലോ. നമ്മുടെ കണ്ണിൻ്റെ മുഖത്തിൻ്റെ ഒക്കെ ഭംഗി നിർണ്ണയിക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഐബ്രോസ് ആണല്ലേ. പക്ഷേ എൻ്റെ ഐബ്രോസ് വളരെ മോശമായിരുന്നു കേട്ടോ. ഒരു 3-4 മാസം മുമ്പ് ഇതാ കൊഴിഞ്ഞ് അതിൻ്റെ ഒരു പണി തീരാറായി നെല്ലറ പോലെ ആയായിരുന്നു. അതായത് കൊഴിച്ചിൽ നന്നായിട്ടുണ്ട്, അതിൻ്റെ കളറും പതിയൊക്കെ കുറഞ്ഞു തുടങ്ങി. ഇങ്ങനെ ആകെ പോയിരിക്കുന്ന ഒരു ഇതിലാണ് ഞാനൊരു കാര്യം പരിചയപ്പെട്ടത്. ഇതാ നമ്മുടെ മരിയാസിൻ്റെ ഐബ്രോ ഓയിലാണ് കേട്ടോ. ഈ ഐബ്രോ ഓയിലിന് കുറേയേറെ ശക്തി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം എന്താണെന്നറിയോ, ഐബ്രോയുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കാനായിട്ട് ഇത് നല്ലതാണ്. പിന്നെ പുരുകത്തിന് നല്ല തിക്നെസ്സും നല്ല കറുത്ത കളറും കിട്ടും കേട്ടോ. പുരുകം കൊഴിയുന്നത് തടയുകയും ചെയ്യും. എൻ്റെ നന്നായിട്ട് കൊഴിയുമായിരുന്നു. എന്തായാലും ഈ ഒരു ഐബ്രോ ഓയിലും കൊണ്ട് കുറേ ഗുണമുണ്ടായി. നല്ല തിക്നെസ്സും വന്നു. അതുപോലെ തന്നെ ഇത് നല്ല ബ്ലാക്കായിട്ടുള്ള നല്ല പുരുകം വരാനും സഹായിച്ചു. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നതെന്ന് നോക്കുവാണെങ്കിൽ ഒലിവ് ഓയിൽ, അതുപോലെ തന്നെ ബദാം ഓയിൽ, വൈറ്റമിൻ ഇ ഓയിൽ, കയ്യോന്നി ഇല്ലേ നമ്മുടെ കയ്യുണ്ണിയും, അതുകൊണ്ട് തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ. നല്ല ആയുർവേദിക് സ്മെല്ലാണ് ഇതിന്. അതുപോലെ ബ്ലാക്ക് കുമിൻ സീഡ്സ്, ആവണക്കെണ്ണ, നീലയമരി, നെല്ലിക്ക, ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് റെക്കമെൻഡ് ചെയ്തത്, ഈ മരിയാസിൻ്റെ ഐബ്രോ ഓയിൽ. അപ്പോൾ ഞാൻ ഇവരുടെ സൈറ്റിൽ കയറി നോക്കിയപ്പോൾ ഇവരുടെ കുറേ പ്രോഡക്ട്സുകളുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ പ്രോഡക്ട്സുകൾ നമുക്കെല്ലാം ഇതിൻ്റെ സൈറ്റിൽ നിന്ന് വാങ്ങാനായിട്ടും പറ്റും. അപ്പോൾ ഞാൻ ആ സൈറ്റും കാണിച്ചു തരാം കേട്ടോ. എന്തായാലും ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, രാത്രി കിടക്കുന്നതിന് മുമ്പ് ഐബ്രോസ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതാ ഇത് വെച്ചിട്ട് ഇതിൻ്റെ ടിപ്പിൽ ഇങ്ങനെ പതിയെ ആ ഓയിൽ ഇങ്ങനെ ടിപ്പ് ഉപയോഗിച്ച് തന്നെ മസാജ് ചെയ്താൽ മതി. നല്ല സുഖമാണ് കേട്ടോ. ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ തന്നെ നല്ല സുഖമാണ്, ഉറക്കം വരും. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ആവണക്കെണ്ണയും അതുപോലെ ബദാം ഓയിലൊക്കെ ആയതുകൊണ്ട് ശരിക്കും നല്ല ഉറക്കവും കിട്ടും കേട്ടോ നമുക്ക്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ദിവസമോ 2 ദിവസമോ ഉപയോഗിച്ചാൽ പോരാ കേട്ടോ. അതാണ് ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 3-4 മാസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഉപയോഗിച്ചാൽ മാത്രമാണ് ഇതിൻ്റെ ഒരു ഗുണം നമുക്ക് കിട്ടുള്ളൂ. ശരിക്കും അത് എഫക്റ്റീവായിട്ട് നമുക്ക് ആ ഒരു ചേഞ്ച് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ 3-4 മാസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കണം. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബോട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 ml മാത്രമാണ് അതിനകത്ത് ഉള്ളൂ. 1 മാസമാണ് നമുക്കത് യൂസ് ചെയ്യാനായിട്ട് വരുന്നത്. 10 ml ഒരു ബോട്ടിലും കൊണ്ട് നമുക്ക് 1 മാസം യൂസ് ചെയ്യാം. അപ്പോൾ ഒരു 3-4 മാസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമാണ് നമുക്കിതിൻ്റെ ഒരു ഗുണം കിട്ടുള്ളൂ. അതും കിടക്കുന്നതിന് മുമ്പ് ഐബ്രോസിൽ അപ്ലൈ ചെയ്തിട്ട് കിടന്നാൽ മതി. നല്ല സ്മെല്ലുമാണ് കേട്ടോ, നല്ലൊരു ആയുർവേദിക് സ്മെല്ലുമാണ്. ഇതാണ് ഇവരുടെ വെബ്സൈറ്റ്, www.mariasnaturals.com. ഇതാണ് വെബ്സൈറ്റ് വഴി നമുക്ക് ബുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തേക്കാം. പിന്നെ ആമസോണിലും ഇത് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ആ വെബ്സൈറ്റിൽ ഫുൾ ഡീറ്റെയിൽസ് ഇതിൻ്റെ കൊടുത്തിട്ടുണ്ട്, എങ്ങനെ ഉപയോഗിക്കണം, ഡിസ്ക്രിപ്ഷൻ, അതുപോലെ തന്നെ ബാക്കി പ്രോഡക്ട്സുകൾ എല്ലാം തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇടയ്ക്ക് ഇവർ ഓഫർ പ്രൈസിനും കൊടുക്കുന്നുണ്ട്. ഏകദേശം ഇതിൻ്റെ വില 255 രൂപയാണ്. പക്ഷേ ഇതാ ഇപ്പോൾ ഓഫർ പ്രൈസിന് 155 രൂപ. പിന്നെ ഇത് വെബ്സൈറ്റിൽ മാത്രമല്ല കേട്ടോ, ഇത് നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെ നമ്പർ, ഡീറ്റെയിൽസ് എല്ലാം തന്നെ കൊടുത്തേക്കാം. ഇനി ആമസോണിൽ നിന്ന് വാങ്ങേണ്ടവർക്ക് അങ്ങനെ വാങ്ങാം, അല്ലെങ്കിൽ ഈ ഡിസ്ക്രിപ്ഷനിലെ നമ്പറിലേക്ക് വിളിച്ച് അങ്ങനെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആമസോൺ വഴിയോ എല്ലാം പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. നിരവധി പ്രോഡക്ട്സുകളുണ്ട്. ഞാനിപ്പോൾ എന്തായാലും മിക്കതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതുവരെ നമ്മുടെ ചാനലിന് കൂട്ടായിട്ട് വരാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ഇതുപോലെ ഐബ്രോസ് ഇല്ല, പുരുകത്തിന് കട്ടി കുറവാന്നൊക്കെ പറയുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇത്തവണത്തെ നമ്മുടെ ഫോട്ടോഷൂട്ടിൻ്റെ റീൽസാണ് ആദ്യം ഞാൻ കാണിച്ചത്. അതിൻ്റെ വേറൊരു റീൽ ഇതാ പുറകെ വരുന്നുണ്ട്. പക്ഷേ റീൽ വീഡിയോയുടെ മ്യൂസിക് നമുക്ക് ഇതിനകത്ത് ഇടാൻ പറ്റില്ല കേട്ടോ, കോപ്പിറൈറ്റ് അടിക്കും. അതുകൊണ്ട് റീൽസ് പുറകെ വരുന്നുണ്ട്, ഞാൻ ഇട്ടേക്കാം നമ്മുടെ ഷോർട്സ് സെക്ഷനിൽ. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണം കേട്ടോ. പിന്നെ നിങ്ങളുടെ കമൻസും താഴെ രേഖപ്പെടുത്താനായിട്ട് മറക്കണ്ട. ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും. ടാറ്റാ, ബൈ.